നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അവളെ മരുമകളാക്കാനും ഞാൻ ആഗ്രഹിച്ചത് നേരാ. ശരണ്യെ ഒഴിവാക്കി അവളെ വീട്ടിൽ കുടിയിരുത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൾ ഇത്രയ്ക്ക് നീചയാണെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി. കഷ്ടം. ഞാൻ എത്ര ക്രൂരതയാണ് ശരണ്യോട് കാണിച്ചത്. എന്റെ വിവരദോഷായിപ്പോയി. അല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? ദേവിനെതിരെ തിരിഞ്ഞപ്പോഴാ അവളുടെ തനി നിറം ഞാൻ അറിയാനിടയായത്. എന്തെല്ലാം ദുഷ്ടതകളാ അവള് ദേവിനോട് ചെയ്തത്. തട്ടിപ്പുകൾ നടത്തിയതെല്ലാം അവളും അവളുടെ അച്ഛൻ രവിചന്ദ്രനും കൂടിയാ. അതെല്ലാം ദേവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തി. മറ്റു പലരെ കൊണ്ടും ദേവിനെതിരെ കേസ് കൊടുപ്പിച്ചു. കമ്പനിയിൽ നിന്ന് ദേവിനെ പുകച്ച് പുറത്ത് ചടിച്ച് കമ്പനി അവരുടെ സ്വന്തമാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ദേവിനെ അവര് വിശ്വാസവഞ്ചകനും തട്ടിപ്പുകാരനുമാണെന്ന് സ്ഥാപിക്കാൻ പത്രത്തിൽ വാർത്ത വരെ കൊടുത്തു. വാസുദേവനെയും കുടുംബത്തെയും വീടടക്കം കത്തിക്കുമെന്ന് ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതൊന്നും താങ്ങാൻ പറ്റാതെ ദേവ് വീട് വിട്ടു പോയത്. ദൈവമേ, ഇത്രയൊക്കെ ചെയ്യാൻ ഒരുപെട്ട പെണ്ണാണോ അത്? എങ്കിൽ ഒരു സംശയമില്ല, അവളുടെ ഗുണ്ടകൾ ആരെങ്കിലും ശരണ്യെ കടത്തിക്കൊണ്ടു പോയതായിരിക്കും. എങ്കിൽ എന്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കുമോ എന്തോ. ദൈവമേ, എന്റെ മോളെ കാത്തോണേ. നന്ദനെ ഈ വിവരം അറിയിച്ച അവനാകെ തളർന്നു പോവും.